ഇഷ്ടം മാത്രത്തിൻ്റെ പുതിയൊരു വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനും മകളും വീണ്ടും ഒന്നായി എന്ന സന്തോഷത്തിൽ നിൽക്കുകയാണ് മാഷും ഇഷിതയും. അതിനുശേഷം അവർ പോകുകയാണ് കേട്ടോ. ഇതേസമയം ചിപ്പി നമുക്കൊരു ഫാമിലി ടൂർ പോയാലോ, ഞാനും അമ്മയും ഡാഡിയും മാത്രമായിട്ടെന്ന് ചിപ്പി ഇഷിതയോട് പറയുമ്പോൾ അത് കേട്ട് പോകാമെന്ന് സമ്മതിക്കുന്നുണ്ട് മഹേഷ്. ഫ്ലാറ്റിലേക്ക് പോകുമ്പോൾ ഇഷിത നടന്ന കാര്യങ്ങൾ ആരോടും പറയരുതെന്ന് ഇഷിതയോട് പറയുന്നതും പിന്നെ ഞാൻ തീർച്ചയായും പറയും, എന്തൊക്കെയാണ് പറയാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞാൽ അതാകും ഞാൻ ആദ്യം പറയുക. സൈക്കാട്രിസ്റ്റിനെ പോയി കണ്ടത് പറയാതിരിക്കണോ? അത് പറയും, തീർച്ചയായും പറയുമെന്ന് ഇഷിത പറയുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറയാതിരിക്കണ്ടേ? സന്യാസം സ്വീകരിക്കാൻ വേണ്ടി ഇന്ന് പോയതാണോ? അതും ഞാൻ തീർച്ചയായും പറയുമെന്ന് ഇഷിത പറയുന്നതും ഇഷിത പ്ലീസ് എന്ന് പറയാണ് കേട്ടോ മഹേഷ. ആ കത്ത് എഴുതി വെച്ച കാര്യം പറയാതിരിക്കണോ? പറയാതിരിക്കണമെന്ന് ഇഷിത പറയുമ്പോൾ അത് ഞാൻ എന്തായാലും പറയും. കാരണം വളർത്തി വലുതാക്കിയ അച്ഛനും അമ്മയും ഒക്കെ അറിയട്ടെ ഇയാൾക്ക് ഇങ്ങനെയൊരു സ്വഭാവം ഉണ്ടെന്ന്. പിന്നെ ഫ്ലാറ്റിൽ എല്ലാവരും കാത്തിരിക്കണം, വാ പോകാമെന്ന് പറഞ്ഞിട്ട് മഹേഷിനെയും ചിപ്പിയെയും കൊണ്ട് ഇഷിത ഫ്ലാറ്റിലേക്ക് പോകുകയാണ് കേട്ടോ. ഫ്ലാറ്റിൻ്റെ മുമ്പിലെത്തുന്നതും ഇഷിത പറയുന്നുണ്ട്, മഹേഷ് ഞാനൊന്ന് അച്ഛനെ കണ്ടിട്ട് വരാം എന്ന് പറയുമ്പോൾ, എടോ താൻ എന്നെ ഒറ്റയ്ക്കാക്കി പോകല്ലേ, പോകാൻ എന്താ, വീട്ടിൽ കയറുന്നതിന് എന്താ ചമ്മലായിരിക്കില്ലേ, ശരി വാ കയറ്, വലതുകാല് വെച്ച് കയറുമെന്ന് ഇഷിത പറയുന്നുണ്ട്. സ്വപ്നവല്ലിയാണെങ്കിൽ രാമനാഥനോടായിട്ട് ചോദിക്കുന്നുണ്ട്, രാമ ഇഷിതയും മഹേഷും ചിപ്പിയും പിക്നിക്കിന് പോയിരിക്കുകയാണല്ലേ മാഷ് പറഞ്ഞേ, ഇത്രയും സമയം വൈകുന്നത് എന്താ, പിക്നിക്കിന് പോയിട്ട് അവർ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ എവിടെയും പോയില്ലല്ലോ, അവരൊന്ന് ചുറ്റിക്കറങ്ങി വരട്ടെ, അല്പം വൈകിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ രാമനാഥൻ. അത് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വാതിൽ തുറക്കുകയാണ്. വാതിൽ തുറന്ന് മഹേഷും ചിപ്പിയും ഇഷിതയും വരികയാണ് കേട്ടോ. ദേ രാമ, ചിപ്പിമോൾ വന്നു, ചിപ്പിമോളെ എന്ന് പറയുന്നുണ്ട് സ്വപ്നവല്ലി. തുടർന്ന് സ്വപ്നവല്ലി മഹേഷിനോട് നീ എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ അത് മഹേഷ് ഒരു പ്രബന്ധം അവതരിപ്പിക്കാൻ പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട് ഇഷിത. പ്രബന്ധോ, എന്തൊക്കെയാണ് മഹേഷ് കേൾക്കുന്നത് എന്ന് പറയുമ്പോൾ അതേ സത്യമാണ് ഇഷിത പറയുന്നോ, അതൊക്കെ തന്നെയാണ് സത്യം എന്ന് മഹേഷും പറയുന്നുണ്ട്. സ്വപ്നവല്ലി വീണ്ടും മഹേഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങൾ ഇന്ന് എവിടേക്കാണ് യാത്ര പോയത്? ഇഷിത എന്ത് പറയുന്നു അവിടേക്ക് തന്നെയാണ് പോയെന്ന് മഹേഷ് ചിരിയോടുകൂടി പറയുന്നുണ്ട് കേട്ടോ. അതെന്താടാ നീയൊക്കെ ഇഷിതയുടെ അടുത്ത് ചോദിക്കാൻ പറയുന്നത് എന്ന് പറയുമ്പോൾ, അമ്മേ അത് വേറൊന്നുമല്ല, ഞാനൊരു കഴുതയാണെന്നുള്ള കാര്യം കാണാൻ കഴുതക്കാലം പിടിക്കണം എന്നാണല്ലോ, അതുകൊണ്ട് മഹേഷിൻ്റെ കാല് പിടിക്കുകയാണെന്ന് പറയുന്നുണ്ട് ഇഷിത. അങ്ങനെ അവർ മൂവരും മുറിയിലേക്ക് പോകുമ്പോൾ, അച്ഛാ ഇതിലെന്തൊക്കെയോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഇല്ലേന്ന് മഞ്ജിമ രാമദോഹനോട് പറയുന്നുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉള്ളത് അത് നീയാണെന്ന് അയാൾ തിരിച്ചു മറുപടി കൊടുക്കുകയാണ്. പിന്നീട് മഹേഷ് ചിപ്പിയെയും കൂട്ടിക്കൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് വരികയാണ് കേട്ടോ. ചിപ്പിയാണെങ്കിൽ ദേ ചിപ്പി എത്തിയില്ലോ എന്ന് രാമനാഥൻ പറയുമ്പോഴേക്കും, അതെ ഇന്ന് എൻ്റെ ഡാഡിയാണ് എന്നെ കുളിപ്പിച്ചതെന്ന് പറയുന്നുണ്ട് ചിപ്പി. കൊള്ളാലോ, വാ ഭക്ഷണം കഴിക്കാൻ മഹേഷ് എന്ന് രാമനാഥൻ പറയുന്നുണ്ട്. അങ്ങനെ മഹേഷും ചിപ്പിയും കൂടി ഇരിക്കുമ്പോൾ മഞ്ജിമ നിൽക്കുന്നത് കണ്ട്, എന്താ ചേച്ചി ഇരിക്കാത്തതെന്ന് ചോദിക്കുകയാണ് കേട്ടോ മഹേഷ്. ഓ അവളൊക്കെ ഇരുന്നോളും പെട്ടെന്ന് പറയുന്നുണ്ട് രാമനാഥൻ. ഇഷിത എവിടെയെന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ അവളിപ്പോൾ വരുമെന്ന് മറുപടി കൊടുക്കുന്നുണ്ട് കേട്ടോ മഹേഷ്. തുടർന്ന് മഹേഷ് ചിപ്പിക്ക് വാരി കൊടുക്കുകയാണ്. ഇതേ സമയം ഇഷിത അങ്ങോട്ടേക്ക് വരികയാണ്. ഇന്ന് അമ്മയെ ഉപേക്ഷിച്ചോന്ന് ഇഷിത ചോദിക്കുന്നുണ്ട് കേട്ടോ ചിപ്പിയെ അടുത്ത്. ഇല്ലില്ല, ഇന്ന് ഡാഡി വാരിത്തരും, നാളെ അമ്മ വാരിത്തരും എന്ന് പറയുന്നുണ്ട് ചിപ്പി. ഞാൻ പറഞ്ഞതല്ലേ മോളെ, ചിപ്പി ഭക്ഷണം സ്വയം വാരി കഴിക്കണമെന്ന് പറയുമ്പോഴത്തേക്കും അതൊക്കെ ശരി തന്നെയാണ്, പക്ഷെ വീട്ടിൽ ഞാൻ വാരി കൊടുത്തു എന്ന് മഹേഷ് പറയുന്നുണ്ട്. നോനോ, ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല, പിള്ളേർ ഭക്ഷണം ഒറ്റയ്ക്ക് കഴിക്കേണ്ടതാണ്, അവരെങ്ങനെ കഴിച്ചോളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇഷിത. പെട്ടെന്ന് എടുത്ത വഴിക്ക് സ്വപ്നവല്ലി പറയുന്നുണ്ട്, ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ നിൻ്റെ അധികാരമൊന്നും കാണിക്കേണ്ടെന്ന് എന്ന് പറയുന്നതും, അയ്യോ അമ്മേ ഞാൻ അങ്ങനെ വിചാരിച്ച് പറഞ്ഞതല്ല, സ്കൂളിൽ ഒറ്റയ്ക്കല്ലേ കഴിക്കുന്നത് എന്ന് പറയുമ്പോൾ, അത് സ്കൂളിൽ, വീട്ടിൽ പിള്ളേർക്ക് വാരി കൊടുക്കാം, ഒരു കുഴപ്പവും. ചിപ്പിയുടെ അമ്മ ഞാനാണെങ്കിൽ എനിക്കതിന് അധികാരമുണ്ടെന്ന് ഇഷിത പറയുന്നുണ്ട് കേട്ടോ. അതിന് നിനക്കാരാടി അധികാരം തന്നത് ചിപ്പിയുടെ അമ്മയാണെന്ന് പറയാനായിട്ട്? ചിപ്പിയുടെ അമ്മ നീ എങ്ങനെയാടി ആകുന്നത്, നീയാണോ അവളെ പ്രസവിച്ചതെന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോൾ അത് കേട്ട് ഇഷിത ഞെട്ടുകയാണ് കേട്ടോ. ഇഷിതയുടെ കണ്ണുകൾ നിറയുകയും ചെയ്യുന്നുണ്ട്. മഹേഷിനെയും അച്ഛനെയും മാറി മാറി നോക്കിയിട്ട് ഇഷിത റൂമിലേക്ക് കയറിപ്പോവാണ്. രാമനാഥനാണെങ്കിൽ നോക്ക് സ്വപ്നം എന്ന് പറഞ്ഞപ്പോൾ സ്വപ്നവല്ലിയുടെ മുഖം മാറുകയും അറിയാതെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവുകയും ചെയ്യുന്നുണ്ട്. നോക്ക് ഇഷിത എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയുണ്ടല്ലോ, ഞാനും മാഷും കൂടി കഷ്ടപ്പെട്ട് മഹേഷിന് വേണ്ടി സമ്മതിപ്പിച്ചെടുത്തതാണ്. ആ പെൺകുട്ടി ഇവിടെ വന്നത് മുതൽ ബോൾ കളിക്കുന്നത് വരെ ഇട്ട് തട്ടുകയാണ് നീയും നിൻ്റെ മകളും കൂടി. ഇനി അതിന് എന്തെങ്കിലും പറഞ്ഞാലുണ്ടോ എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അവിടെ നിന്ന് എണീറ്റ് പോവാണ് കേട്ടോ. പിന്നീട് മഹേഷ് ചിപ്പിക്ക് വാരി കൊടുക്കാൻ നോക്കുന്ന സമയത്ത്, അമ്മ പറഞ്ഞ വാക്കുകൾ കുറച്ച് കൂടി പോയിട്ടോ, ഞാൻ അമ്മയുടെ അടുത്ത് എതിർത്തൊന്നും പറയാത്തത് എന്താണെന്നറിയാമോ? ഞാൻ പറഞ്ഞാൽ അമ്മയ്ക്ക് എന്ത് വിഷമമാകും, അമ്മ പറഞ്ഞത് എത്ര വലിയ തെറ്റാണെന്നറിയാമോ എന്ന് പറയുമ്പോൾ, സോറി മോനെ, അറിയാതെ വായിൽ നിന്ന് വീണ് പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ സ്വപ്നവല്ലി. ഈ അറിയാതെ വീണ് പോകുന്ന വാക്കുകളാണ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നതെന്ന് മഹേഷ് പറയുന്നുണ്ട്. തുടർന്ന് മോള് കഴിക്കുമെന്ന് സ്വപ്നം പറയുമ്പോൾ,
എനിക്ക് വേണ്ട, എൻ്റെ അമ്മ കഴിക്കാതെ എനിക്കൊന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ചിപ്പി ദേഷ്യത്തോടെ റൂമിലേക്ക് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് പ്രിയാമണിയാണ് കേട്ടോ. പ്രിയാമണി പറയുന്നുണ്ട് പിള്ളേർ ഇതുവരെ വന്നില്ലയോ എന്ന്. അതാരാ പിള്ളേരെന്ന് മാഷ് ചോദിക്കുമ്പോൾ എൻ്റെ മോനും മരുമോനും അവരുടെ കുഞ്ഞും. ഇതേ സമയം അവിടേക്ക് ഇഷിത വരികയാണ്. ഇഷിത ഓടി വന്ന് പ്രിയാമണിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. തുടർന്ന് അമ്മയും ഞാൻ ജയിച്ചു, അമ്മയെ അച്ഛ ഞാൻ ജയിച്ചു, ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു, ഞാൻ അച്ഛന് ഒരുപാട് വിഷമം തന്നു, സോറി അച്ഛ, എൻ്റെ മനസ്സിൻ്റെ ഭാരം താണ്ടാൻ പറ്റാത്തത് കൊണ്ടാണ് അച്ഛനോട് എല്ലാം പറഞ്ഞതെന്ന് ഇഷിത പറയുമ്പോഴേക്കും അത് സാരമില്ല മോളെ, എനിക്കറിയാലോ നിന്നെ, മഹേഷ് ഒരു പാവാണ്, മനസ്സിനൊരു കട്ടിയില്ല, അതുകൊണ്ടാണ് അങ്ങനത്തെയൊക്കെ തീരുമാനം എടുക്കുന്നത്, അവനെ എപ്പോഴും നീ ചേർത്ത് പിടിക്കണം എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കറിയാം അച്ഛാ, ഞാൻ ഒന്നും അറിഞ്ഞിരുന്നില്ല മോളെ, പക്ഷേ എന്തൊക്കെയോ പ്രശ്നം നടക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നു. അമ്പലത്തിലൊക്കെ നേർച്ചയും വഴിപാടും ഒക്കെ നേർന്നിട്ടുണ്ട്, മഹേഷിനെയും ചിപ്പിയും കൂട്ടിക്കൊണ്ട് മോള് വരുമോ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താ അമ്മേ, ഞാൻ വരാമെന്ന് പറയുന്നുണ്ട് കേട്ടോ ഇഷിത. എന്തൊക്കെ പറഞ്ഞാലും നന്ദി പറയേണ്ടത് ഇവളുടെ വിനോദിനോടാണെന്ന് സുജിയെ ചൂണ്ടി ഇഷിത പറയുന്നുണ്ട്. ഇവളുടെ വിനോദോ അതാരാണെന്ന് പ്രിയാമിനി ചോദിക്കുന്നുണ്ട് കേട്ടോ. അത് വേറൊന്നുമല്ല, വിനോദ് മാളിയേക്കൽ, ഇവളുടെ ക്ലാസ്മേറ്റ് എന്ന് ഇഷിത പറയുന്നുണ്ട്. അതിനപ്പുറം വേറെ എന്തെങ്കിലും ഉണ്ടോ, നിൻ്റെ അച്ഛനെയും അമ്മയെയും വിളിക്കേണ്ടി വരുമോ പ്രിയാമണി ചോദിക്കുമ്പോൾ അയ്യോ ഇളയമ്മയെ ചതിക്കല്ലേ, എനിക്ക് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട് കേട്ടോ സുജി. ഇവളുടെ ഫ്രണ്ടാണമ്മേ, അയാൾ കാരനാണ് മഹേഷിനെ കണ്ടുപിടിക്കാൻ പറ്റിയതെന്ന് ഇഷിത ഇതേ സമയം പറയുന്നുണ്ട്. ശേഷമാണെന്നുണ്ടെങ്കിൽ സുചിത്രയുടെ അടുത്ത് പറയേണ്ടെന്ന് ഇഷിത ഇപ്പോൾ നമ്മുടെ ശുക്രൻ ഉദിച്ചിരിക്കുന്ന സമയമാണ്. എന്ത് വേണമെങ്കിലും സുചിത്ര അമ്മയുടെ അടുത്ത് ചോദിച്ചോ, അമ്മ തരുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇളയമ്മേ എനിക്കിപ്പോൾ ഒരു വരവും വേണ്ട, കുറച്ച് പായസം മതിയെന്ന് സുചിത്ര പറയുന്നുണ്ട്. എടുത്തു കുടിക്കടി, നിനക്ക് എന്താ കയ്യിലെന്ന് പറയുന്നുണ്ട് പ്രിയാമണി. അങ്ങനെ അവരങ്ങനെ സന്തോഷത്തിൽ നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് ആകാശിൻ്റെ വീട്ടിൽ TV ഇൻ്റർവ്യൂ നടത്താനുള്ള സെറ്റൊക്കെ ശരിയാക്കുകയാണ് മൃണാളിനി. അവർ തയ്യാറായി വരുമ്പോൾ എല്ലാം കറക്റ്റായിട്ട് പറയണം, ചിപ്പി നിങ്ങളുടെ ആരാണെന്നുള്ള കാര്യമൊക്കെ പറയണം എന്നുള്ള അഡ്വൈസൊക്കെ കൊടുക്കുന്നുണ്ട് മൃണാളിനി. രജനിയാണെങ്കിൽ രജയുടെ മനസ്സിൽ അമ്മയുടെ സ്നേഹം ഒഴുകി വീഴണമെന്നൊക്കെ പറയുന്നെന്ന് നോക്ക്. മൃണാളിനി, നീ കെട്ടിയിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല, കല്യാണം കഴിച്ച് 2 കുട്ടികളായി എന്നെ നീ പഠിപ്പിക്കേണ്ട, എന്ത് ചെയ്യണമെന്ന് എന്ന് പറയുന്നുണ്ട് കേട്ടോ രചന തിരിച്ച്. ഇത് കേൾക്കുമ്പോൾ ആകാശ് ഞെട്ടുന്നുണ്ട്. 2 പ്രസവിച്ചു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ. അപ്പോൾ ഒരു വലിയ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അതായത് രചനയ്ക്ക് ഒരു കുട്ടി കൂടിയുണ്ട്, അത് മഹേഷിൻ്റെ തന്നെ ആകാനാണ് സാധ്യത. അപ്പോൾ ആ ഒരു ടെസ്റ്റോട് കൂടിയാണ് കേട്ടോ ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്